ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെയാ ചെയ്തെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ അവരവൾക്ക് ഷോക്ക് കൊടുത്തു കാണും. ചിലപ്പോ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ പാസ്റ്റിനെ മുഴുവൻ റീപ്ലാന്റ് ചെയ്ത് കാണും. കുറച്ചുനാള് ഓർമ്മകളെ ലോക്ക് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ. ഒരു ദിവസം ചിലപ്പോ എല്ലാം പെട്ടെന്ന് പുറത്തു വരും. അപ്പ സമൃദ്ധയ്ക്ക് എന്നെ ഓർമ്മ വരും. നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ഞാൻ സമൃദ്ധയോട് പറയാം, ഒന്നും ഒരിക്കലും ഡിലീറ്റ് ആയി പോവില്ല. ഇപ്പൊ നട്ടുപിടിപ്പിച്ച ഓർമ്മകളൊക്കെ മാഞ്ഞു പോവുകയും ചെയ്യും. അതുവരെ ഇങ്ങനെ തന്നെ പോയേ പറ്റൂ. അന്ന് പഴയ സമൃദ്ധയായി തന്നെ ഇവളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇവളെ എന്നെ തേടി വരികയും ചെയ്യും. പോട്ടെ. ശരി. ഒരു സൈക്കാട്രിസ്റ്റ് വന്നിരിക്കുന്നു. അവർക്ക് ശരിക്കും കിട്ടേണ്ടത് കിട്ടി. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് ഇവരാ. ഇവര് മോളെ അന്വേഷിച്ചു വന്നതാ. സൈക്യാട്രിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഇവരും മോളും തമ്മിൽ എങ്ങനെയാ പരിചയം? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. സച്ചി, ഒന്ന് കേറിയിട്ട് പോവാം. ഇല്ല സർ, സമയം ഒരുപാടായില്ലേ? അതൊന്നും സാരമില്ലടോ. ഇന്നിപ്പോ തനിക്ക് ഓട്ടോ ഒന്നുമില്ലല്ലോ. ഓട്ടോ ഒന്നുമില്ല. എന്നാ തന്നെ ഇറങ്ങ്, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇറങ്ങടോ, ഞാനല്ലേ പറയുന്നേ. വാ. വാ. തനിക്കിതെന്തു പറ്റി? ഒന്നുമില്ല. സച്ചിരിക്ക. എടോ, ഒരു പുതിയ വിശേഷമുണ്ട്. സച്ചി അർച്ചനയെ കണ്ടു. എവിടെ വെച്ച്? എന്നിട്ട് അർച്ചന എവിടെ? കഥയൊക്കെ ഇയാള് വിശദമായി പറയും. ഞാനിപ്പോ വരാം. സച്ചി, എന്താ ഉണ്ടായത്? ഹർഷൻ പറഞ്ഞത് സത്യമാണോ? സത്യം മാഡം. ഞാൻ എന്റെ അർച്ചനെ കണ്ടിരുന്നു. പക്ഷേ എന്തൊക്കെയാ ഹർഷൻ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞു.
കോഫി കുടിക്കേ. ഇപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയാ. എന്റെ അർച്ചന എനിക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതിന്റെ സൂചനയാ ഇപ്പൊ സംഭവിച്ചതല്ല. തന്റെ അന്വേഷണത്തിന് ഫലം ഉണ്ടാവാതിരിക്കില്ലടോ. അതിരിക്കട്ടെ, എന്തായി താൻ പോയ കാര്യം? ഞാൻ ആകെ നിരാശയിലെ ഹർഷൻ. അതെന്തു പറ്റി? അവരാ പെൺകുട്ടിയെ ആകെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ അവളുടെ പെരുമാറ്റമാണ് എന്നെ ഞെട്ടിച്ചത്. സമൃദ്ധിക്ക് എന്താ പറ്റിയത്? എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്? നിങ്ങളിതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി സമൃദ്ധയ്ക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യവും വരില്ല. പേഷ്യന്റിനെ ക്യാൻവാസ് ചെയ്യാൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന സൈക്കാട്രിസ്റ്റിനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ അവിടെ പോണ്ടാന്ന്. ഒരു പേഷ്യന്റിനോടും ഇത്രയ്ക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് പാടില്ല. കാരുണ്യാവാം, പക്ഷേ അത് അധികമായ ചിലപ്പോ പ്രൊഫഷണൽ ലിമിറ്റ് കടന്നുപോകും. ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഹർഷൻ അറിയില്ലേ? എടോ, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷെ ഇതിന്റെ അവസാനം എന്താവും? ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും എല്ലാത്തിന്റെ അവസാനം. അവള് വല്ലാതെ മാറിപ്പോയി. അവര് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെന്ന് പറയുന്നതാ ശരി. അത് വിട്ടേക്ക്. ഇനി താൻ അതിന്റെ പിന്നാലെ പോണ്ട. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷേ ഫോൾസ് മെമ്മറി ഇംപ്ലാന്റേഷൻ ഒരു ക്രൈം തന്നെയല്ലേ ഹർഷൻ? ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എല്ലാം മറന്നുപോയ തരത്തിലാ അവൾ എന്നോട് പെരുമാറിയത്. അവള് പൂർണ്ണമായും അയാളുടെ ഭാര്യയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനുള്ളതെല്ലാം ആ സ്ത്രീ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ഫ്രോഡാണ് ആ സ്ത്രീ എന്നറിയോ? കണ്ട വളരെ സൈലന്റ് ആയിട്ട് തോന്നും, ബട്ട് ഷീ ഈസ് വെരി ഡേഞ്ചറസ്. ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെയാ ചെയ്തെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ അവരവൾക്ക് ഷോക്ക് കൊടുത്തു കാണും. ചിലപ്പോ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ പാസ്റ്റിനെ മുഴുവൻ റീപ്ലാന്റ് ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് പാസ്റ്റ് ഇല്ല. ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുക, അതുമാത്രമേ പറ്റൂ. അത് തന്നെ എനിക്കും ഫീൽ ചെയ്തത്. പുതിയ മേൽവിലാസത്തിൽ അവളുടെ മനസ്സ് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. സംസാരമില്ല. ചില കേസുകൾ ഇങ്ങനെയാണെന്ന് കരുതിയാൽ മതി.